കഴിഞ്ഞ വർഷത്തേതിന് സമാനമായ വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് UDF ഇത്തവണ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്താകെയുള്ള 20 സീറ്റിൽ 19 നേടിക്കൊണ്ട് 2019 UDF റെക്കോർഡ് സൃഷ്ടിച്ചു. ഇടത് വിജയം ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങി. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ജീവൻ മരണ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. BJP ആകട്ടെ ഒരു സീറ്റിലെങ്കിലും വിജയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രവർത്തനം. മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിരവധി TV ചാനലുകൾ നടത്തിയ സർവേ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ABPC വോട്ടർ സർവേ അവകാശപ്പെടുന്നത് ഇത്തവണ കേരളത്തിൽ UDFന്റെ വൻ ആധിപത്യമെന്നാണ്. അത് 20ൽ 20 നേടുമെന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തേക്കുമെന്നാണ് സർവേ പറയുന്നത്. അതായത് LDFന്റെ കയ്യിലുള്ള ആലപ്പുഴയടക്കം UDF പിടിച്ചേക്കും. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി നേടുമ്പോൾ മത്സരിക്കുന്ന 16 സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കും. ബാക്കിയുള്ള 4 സീറ്റുകളിലെ വിജയം UDF ഘടക കക്ഷികൾക്കായിരിക്കും. UPAക്ക് 43.4% വോട്ട് ലഭിക്കുമെന്നും സർവേ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ 47% വോട്ടായിരുന്നു UDFന് ലഭിച്ചത്. BJP ആകട്ടെ ദേശീയ തലത്തിൽ പാർട്ടിക്ക് തനിച്ച് 370 സീറ്റുകൾ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള വിജയങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ നിരാശയായിരിക്കും ഫലമെന്നാണ് ABPC വോട്ടർ സർവേ പറയുന്നത്. അതേസമയം വോട്ട് വിഹിതത്തിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയേക്കാം. ഇത്തവണ 21.2% വോട്ട് BJPക്ക് ലഭിച്ചേക്കുമെന്നാണ് പ്രവചനം. കഴിഞ്ഞ തവണ ഇത് 15.64% മാത്രമായിരുന്നു. ഇന്നലെ വൈകിട്ടോടെ പുറത്തുവന്ന ലോക് പോൾ മെഗാ സർവേയും കേരളത്തിൽ UDFന് സമ്പൂർണ്ണ വിജയമാണ് പ്രവചിക്കുന്നത്. ആകെയുള്ള 20 സീറ്റിൽ 18 മുതൽ 20 വരെയും UDF നേടുമെന്നാണ് സർവേ പ്രവചനം. LDFന് 0 മുതൽ 2 സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട്. അതേസമയം ഇത്തവണ പല മണ്ഡലങ്ങളിലും അട്ടിമറിക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുകയാണ് മാതൃഭൂമി PMARQ അഭിപ്രായ സർവേ. കണ്ണൂർ പാലക്കാട് മണ്ഡലം LDF തിരിച്ചു പിടിക്കുമെന്നും കണ്ണൂരിൽ LDFനാണ് നേരിയ മുൻതൂക്കമെന്നും സർവേ പറയുന്നുണ്ട്. കാസർഗോഡ് മണ്ഡലം ഇത്തവണയും രാജ്മോഹൻ ഉണ്ണിത്താൻ നിലനിർത്തുമെന്നാണ് സർവേയിൽ പറയുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ 42% വോട്ട് നേടും. LDFന് 35%വും BJPക്ക് 19% വോട്ടാണ് പ്രവചനം. അതേസമയം കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമായ കണ്ണൂരിൽ ഇക്കുറി ഇഞ്ചോടിഞ്ച് സാധ്യതയുണ്ടെന്നും സർവേ പറയുന്നുണ്ട്. LDF സ്ഥാനാർത്ഥിയായ MV ജയരാജൻ 43% വോട്ട് നേടുമ്പോൾ UDFന് വേണ്ടി K സുധാകരന് 42% വോട്ട് നേടുമെന്നാണ് സർവേ ഫലം. എറണാകുളത്ത് യാതൊരു അട്ടിമറിയുമില്ല. ഹൈബി ഈഡൻ തന്നെ UDFനായി മണ്ഡലം നിലനിർത്തും. ഹൈബിക്ക് 41% വോട്ടാണ് പ്രവചിക്കുന്നത്. LDFന് 31%വും NDAക്ക് 18%വും ലഭിക്കും. പാലക്കാട് LDF തിരിച്ചു പിടിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. A വിജയരാഘവൻ 40% വോട്ടും VK ശ്രീകണ്ഠൻ 38% വോട്ടും നേടും. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് 19% വോട്ട് ലഭിക്കും. തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും സർവേ ഫലം പറയുന്നുണ്ട്. ലീഗിന്റെ പൊന്നാമ്പുരം കോട്ടയായ പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി 47% വോട്ട് നേടി വിജയിക്കും. KS ഹംസയ്ക്ക് 33%വും നിവേദിത സുബ്രഹ്മണ്യന് 13%വും ലഭിക്കും. കോഴിക്കോട് MK രാഘവൻ നിലനിർത്തും. 41% വോട്ട് ലഭിക്കുമെന്നും സർവേ പറയുന്നുണ്ട്. ഏതായാലും കേരളത്തിൽ UDF തൂത്തുവാരുമെന്ന് തന്നെയാണ് അവസാന നിഗമനം.